ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ഒരു വിജയഗാഥയുണ്ട് ചെറുകുന്ന് പള്ളിക്കരയിൽ. പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം പള്ളിക്കര സ്വദേശി TMV മുഹമ്മദാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പള്ളിക്കരയുടെ മണ്ണിലും വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു ഈ മുൻ പ്രവാസി. വീടിന്റെ വളപ്പിൽ 50ഓളം ഡ്രാഗൺ ഫ്രൂട്ട് തൈകളാണ് ആദ്യം കൃഷി ചെയ്തത്. പത്തനംതിട്ടയിൽ നിന്ന് എത്തിച്ച മലേഷ്യൻ റെഡ് ഇനം തൈകൾ ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. മുമ്പ് ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഈ ഡ്രാഗൺ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇത് മറ്റേ മലേഷ്യൻ ചോപ്പാണ്. സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഇതല്ല, അതും കൂടെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പരിപാലനം ഞാൻ ഇട്ട് കൊടുക്കുന്ന കോഴി വളം, ഒരു 3 മാസം കൂടുമ്പോൾ കോഴി വളം ഇട്ട് കൊടുക്കുന്നത്. വെള്ളം അങ്ങനെ വേണ്ട, ആഴ്ചക്ക് 2 പ്രാവശ്യം വെള്ളം നനച്ചാൽ മതി. ആ ചൂട് ടൈം മാത്രം ഒന്ന് മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഒരു മഞ്ഞട്ട് കളർ അടിക്കും, അതുകൊണ്ട് സ്പ്രേ. പിന്നെ നമ്മൾ രാത്രി ഈ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ മുട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതൊക്കെ മുട്ട കൂടുതൽ പിടിക്കാൻ സാധ്യത. പിന്നെ നല്ല ചൂട് ടൈം മാത്രം ഈ കുറേ പൂവുകൾക്ക് ഒരു ചെറിയ ബാട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നം ചൂട് കുറേ അധികമല്ല. അപ്പം നല്ലോണം മഴ പെയ്താലും പിന്നെ അതിനുള്ളിൽ മേലെ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് കൊടുക്കണം, ആ പൂവ് കൊയ്യാണ്ടിക്കാൻ വേണ്ടി. ഫൈബറിന്റെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാൻ ഈ പഴം സഹായിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ മധുരക്കള്ളി, പിത്തായ പഴം എന്ന വിളിപ്പേരുമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്. ചെറുകുന്ന് കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് പറയുന്നു. കൃഷിവകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൈൻ്റെ ഒരു കണക്കിന് ഒരു സ്കീം വരുന്നത്. പിന്നെ ഒരു സ്കീം, പിന്നെ പുതിയ സ്കീമാണ് ഒരു തൂണിൻ്റെ മുകളിൽ അവർ തരാനോ ഇതായി തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ചെടീൻ്റെ മുകളിൽ ഒരു സ്കീമാണ്. അതൊരു ചെടിക്ക് ഇപ്പോൾ തരുന്നത് 10 രൂപ വെച്ചിട്ടാണ് തരുന്നത്. ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ ഒരു തൈൻ്റെ മുകളിൽ തന്നെ ഞാൻ 8 എണ്ണമാണ് വെക്കുന്നത്. ഒരു മരത്തിൻ്റെ മുകളിൽ 8 ചെടിയാണ് വെക്കുന്നത്. രാവിലെ 1 മണിക്കൂർ മാത്രമാണ് തൈകളുടെ പരിപാലനത്തിനായി മുഹമ്മദ് ചെലവിടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. Eco-friendly LED lights and surrounding digital sound system, centralized AC, വിശാലമായ കാർ പാർക്കിംഗ് മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ, ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.